കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും വ്ളോഗുമായിട്ട് എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് വ്ളോഗ് കാനഡയിലായിരുന്നു. ഇന്ത്യ വന്നിട്ട് ഇപ്പോഴാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. യെസ്. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെ പോകുന്നു? ബാംഗ്ലൂർ. കണ്ണും ചിമ്മിക്കാണും കനവാണി ബാംഗ്ലൂർ. ചൂളം കുത്തിപ്പാടും കാറ്റിനൊപ്പം ചുറ്റിക്കാണാൻ ബാംഗ്ലൂർ. നമ്മൾ ഇന്ന് ആക്ച്വലി പോകുന്നത് എൻ്റെ ചെന്നൈയിലുള്ള ഫ്രണ്ട്സ് എല്ലാവരും അവിടെയുണ്ട്. അവർ ബാച്ചിലർ പാർട്ടിക്ക് എന്നെ സസന്തോഷം സ്വാഗതം ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നതാണ്. ഇതിൻ്റെ പിന്നിൽ വേറെ ഒരു ഉദ്ദേശമില്ല. നമ്മൾ ബാച്ചിലർ പാർട്ടിക്ക് പോകുന്നു, കേക്ക് മുറിക്കുന്നു, എൻജോയ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഞങ്ങൾ നാളെ രാത്രി തിരിച്ചു വരും. അപ്പോൾ ഇത് ഇപ്പം എയർപോർട്ടിൽ ഇരിക്കുവാണ്. ഇനിയിപ്പോൾ ഫ്ലൈറ്റിലൊക്കെ കയറി അവിടെ എത്തുമ്പോൾ ഒരു 9:30 മണിയാവും. ഇപ്പം മണി എത്രയായി? ഇപ്പോൾ സമയം 5:56. ഇനി ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് ഫ്ലൈറ്റ് സമയമാകുമ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറും. ബാക്കിയെല്ലാം നമുക്ക് വഴിയെ കാണാം. ഓക്കെ, ചായ കുടിച്ചു ബോർഡ് ചെയ്യാൻ പോകുന്നു. ഓക്കെ. യെസ്, അങ്ങനെ നമ്മൾ ഫൈനലി ബാംഗ്ലൂർ എത്തി. അതെ, ബാംഗ്ലൂർ എത്തി. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ വീണ്ടും ബാംഗ്ലൂരിൽ വന്നേക്കുവാണ്. അതെ, നമ്മളിതിന് മുമ്പ് ബാംഗ്ലൂരിൽ വന്നു. അതെന്നെ ഓർമ്മിപ്പിക്കരുത്. കാനഡയിൽ പോകാനായിട്ട് ബയോമെട്രിക്സ് ചെയ്യാനായിട്ട് ബാംഗ്ലൂരായിരുന്നു ചൂസ് ചെയ്തത്. അപ്പം അതിനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, സെയിം എയർപോർട്ട്. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് വരുന്നത്. ബട്ട് എന്തായാലും നമുക്കിനിപ്പോൾ പെട്ടി എടുക്കണം. പെട്ടി എടുത്ത് എല്ലാം കഴിഞ്ഞ് ക്യാബിൽ കയറിയിട്ട് പറ്റിയാൽ കാണാം. വിശക്കുന്നുണ്ട്. പിന്നെ ചായ കുടിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. കഴിക്കാനുള്ള കട തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി ഫൗണ്ട് വൺ കട, സെൻട്രൽ ടിഫിൻ റൂം. എന്തായാലും കഴിച്ചിട്ടേ നമ്മളിനി യാത്ര തുടങ്ങുന്നുള്ളൂ. എനിക്ക് വിശക്കുന്നു. അപ്പം ഇത് കഴിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുന്നു. എത്ര നാളാണ് നമ്മൾ കണ്ടിട്ട്? നമ്മൾ കണ്ടത് മാർച്ച് 2024. ഞാൻ ക്യാമറ എവിടെ റീം, എവിടെ ദാനിയ, റീം, ഷഫീഖ്? എത്ര വർഷം കഴിഞ്ഞാണ് നമ്മൾ കാണുന്നത്? 20 അല്ല, നമ്മൾ കുറെ നാളെ കോളേജ് ഇപ്പോഴാണ് കാണുന്നത്. എന്തൊരു സ്നേഹം. കോളേജ് കഴിഞ്ഞ് 2022. ഒരു 3-4 വർഷം അത്രേ ഉള്ളൂ. ഓക്കെ, ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഒരാളും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് ട്രഫിൾസ് എന്ന് പറയുന്ന കടയിൽ കൊണ്ടിരിക്കുകയാണ്. ആസ് യൂഷ്വൽ ബാംഗ്ലൂർ ട്രാഫിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ വഴിയിൽ പെട്ട് കിടക്കുകയാണ്, സ്വാഭാവികം. അപ്പോൾ ഇനി ട്രഫിൾസിൽ പോയി കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യും? അടുത്ത പരിപാടിക്കും. ഇതൊരുമാതിരി ക്ലാസ് എടുക്കുന്ന പോലെ. പ്ലാനൊക്കെ, ട്രഫിൾസ് പ്ലാൻ വിജയകരമായി ഫ്ലോപ്പ് ആയതുകൊണ്ട് നമ്മൾ അടുത്ത കട നോക്കി നടക്കുകയാണ്. എൻ്റെ മുന്നിൽ 2 പേര് നടക്കുന്നുണ്ട്. ഏതോ കട തപ്പിയാണ് നടക്കുന്നത്. ഹോപ്പ്ഫുള്ളി അവിടെ നല്ല ഫുഡ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നോക്കാം. ഹൗസ് ബാംഗ്ലൂർ? സത്യം നല്ല. ഇവിടെ ആകെ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ നല്ല വെതറാണ്. ട്രാഫിക്കിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടു. ബട്ട് അതർവൈസ് നല്ല വെതറാണ്. പിന്നെന്താ, ഇനിയപ്പോൾ കടയിൽ പോയിട്ട് നമുക്ക് കാണാം. നല്ല വെതറായതുകൊണ്ട് തന്നെ നടക്കാൻ നല്ല സുഖമാണ്. നമുക്കൊരു റഷ് ഫീൽ ചെയ്യില്ല. എനിവേസ്,
ശ്രുതി സന്തോഷ്. ഈ കഫേയുടെ പേര് മാറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കഫേയിൽ മാറ്റി എന്ന് പറയുന്ന കഫേയില് ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അപ്പറ്റൈസേഴ്സ് ആയിരിക്കും കഴിക്കുന്നത്. ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് വെച്ചാൽ എനിക്കറിയില്ല. എന്തായാലും അപ്പോൾ നമുക്കിനി ഫുഡൊക്കെ വന്നിട്ട് കാണാം. എൻ്റെ സർപ്രൈസ് ബാച്ചിലർ പാർട്ടിക്ക് പോകാൻ റെഡിയാവുകയാണ്. അതെ, ഇതിൽ വലിയ സർപ്രൈസ് ഒന്നുമില്ല, കാരണം ബാംഗ്ലൂരിലാണല്ലോ. അപ്പോൾ ലൊക്കേഷൻ ഒന്നും എനിക്കറിയില്ല. എനിക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇവരെന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒന്നും എനിക്കറിയില്ല. നല്ല മഴയുണ്ടെന്നറിയാം. നമ്മൾക്ക് ഇവിടെ ഊബർ കിട്ടുമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേസ് പ്രീ ബുക്ക്ഡ്, അപ്പം കിട്ടേണ്ടതാണ്. സോ എനിവേസ് നമ്മളൊരു വിശ്വാസത്തിൽ അങ്ങ് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്ന് ഈവനിങ് 5 മണിക്കല്ലേടാ, 6 മണിക്കാണ് പരിപാടി. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്കിതിൻ്റെ ബാക്കി ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് കാണും. മഴയായിട്ട് അവരെല്ലാം അടച്ചുപൂട്ടി പോയി കഴിഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, യെസ്. സോ നമ്മൾ ഇറങ്ങി ഫൈനലി. എല്ലാവരും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ ഇട്ട് മിർച്ചി ഗേൾസ് ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. അപ്പോൾ നമുക്ക് ഈ സ്ഥലം എത്തിയിട്ട് കാണാം. എനിക്ക് സർപ്രൈസ് ആണ്. എനിക്കിപ്പോഴും സ്ഥലം അറിയത്തില്ല, എന്താ പരിപാടി എന്നറിയില്ല. ബാച്ചിലർ പാർട്ടിയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് സ്ഥലം. എനിക്ക് മറ്റേ റാമോജിറാവ് ഫിലിം സിറ്റിയിൽ ഏതോ സെറ്റ് കണ്ട പോലെയാണ് തോന്നുന്നത്. ഭയങ്കര രസമായിട്ട് കൈൻഡ് ഓഫ് ലൈക്ക് എന്തോ അതുപോലെ തോന്നുന്നു, ദുബായ് പോലെയൊക്കെ തോന്നുന്നു. എന്നാലും ഭയങ്കര ഭംഗിയുണ്ട്. സ്ഥലം കണ്ട് ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആണ്. എന്തായാലും എനിവേസ് ബാക്കി ഫോട്ടോ സെഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് നോക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ചൂസ് ചെയ്ത മിർച്ചി ഗേൾസിന് എൻ്റെ എല്ലാവിധ, അതെ ഇതൊരു മിർച്ചി ന്യൂ എഡിഷൻ, എൻ്റെ എല്ലാവിധ കൺഗ്രാജുലേഷൻസ് ആൻഡ് താങ്ക് യു. ബിക്കോസ് എനിക്കൊരു മിനി ദുബായ് പോലെയൊക്കെ തോന്നി. മറ്റേ ഈ മരമൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ഭയങ്കര രസമുണ്ട്, ഒരു വേറെ വേൾഡിലോട്ട് ചെന്നൊരു ഫീലുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകുന്നത്. സോ അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. Very serious to be. I don't think so.
സർപ്രൈസ് ആണ് നമുക്ക്, കുഴപ്പമില്ല. ഒരു ദോശയാത്ര കൊള്ളാല്ലേ. വന്നിട്ട് ഒരു ചേട്ടനെ സെറ്റ് ചെയ്ത് കട്ട് ചെയ്യാം. Gayatri is getting married. അപ്പൊ നമ്മള് ഡാൻസ് ഫ്ലോറിലൊക്കെ പോയി കളിച്ച് കളർന്ന് സൗണ്ടൊക്കെ അടിച്ച് പോയി കൊച്ചിട്ട് സംസാരിക്കാൻ വയ്യ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബാംഗ്ലൂർ വന്നിട്ട്. ബാച്ചിലർ പാർട്ടിക്ക് ഡാൻസ് ഒന്നും കളിച്ചില്ലാതെ വേണം, നമ്മള് ആർമാദിച്ചു അല്ലെ ഗായ്സ്? ഓക്കെ, ഇനിയിപ്പോ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. ഫുഡ് കഴിക്കാനായിട്ട് വന്നു, ഫുഡ് കഴിക്കാൻ പോവാണ്. ബാക്കി വിശേഷം പിന്നെ പറയാം. കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുന്ന ദിവസമാണ്. അപ്പം അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ബാംഗ്ലൂർ ചുറ്റാനായിട്ട് ഇറങ്ങിയതാണ്. ബാക്കിൽ കാണുന്നതാണ് രാമേശ്വരം കഫേ. നല്ല തിരക്കുണ്ട്. എനിക്ക് ഫുഡിനെ പറ്റി പിന്നെ വലിയ ടെൻഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല.
നമ്മളെന്ത് കഴിക്കാൻ പോകണം? ലെൻസ് ബേക്കേഴ്സിൽ നിന്ന് കപ്പ് കേക്ക് കഴിക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ അങ്ങോട്ട് പോകും. ഗ്ലെൻസ് ബേക്കറിയിലെത്തി കപ്പ് കേക്ക് ഓർഡർ ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് 4:20 നമ്മൾ ഇറങ്ങും എയർപോർട്ടിലോട്ട്. സോ ഓൾമോസ്റ്റ് കമ്മിങ് ടുവേർഡ്സ് എൻ എൻഡ്. കേക്കൊക്കെ വന്നിട്ട് ഫോട്ടോസൊന്നും എടുത്തില്ലല്ലോ. എന്തിനു വേണ്ടിയിട്ടുള്ള എനിക്ക് ഡെയിലി വേറെ ഓക്കെ ഗായ്സ്, നമ്മൾ പോവാണ്. അപ്പോൾ ഇത് ഇവിടെ വന്ന ഫോർ ദ പ്രിൻസസ് ട്രീറ്റ്മെന്റ്സ് അതെല്ലാത്തിനും വളരെ നന്ദി. അപ്പൊ നമുക്കിനി നാട്ടിലെ കല്യാണത്തിന് കാണാം അല്ലേ? ഓക്കെ,